എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ പലപ്പോഴും യാത്ര ചെയ്യാറുള്ളവരാണ്. യാത്ര ചെയ്യുമ്പോൾ പകൽ യാത്ര ചെയ്താലും രാത്രികാലങ്ങളിൽ യാത്ര ചെയ്താലും വഴിയരികിലൊക്കെ ധാരാളം വഴിവിളക്കുകളും കാണാറുണ്ട്. ഈ വഴിവിളക്കുകളൊക്കെ വെക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് പലപ്പോഴും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ്. ഒന്നെങ്കിൽ പാലത്തിൻ്റെ അടുത്ത്, കൂടുതൽ ട്രാഫിക് വരുന്ന സ്ഥലങ്ങളിൽ, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേകതകളുള്ള സ്ഥലങ്ങളിലാണ് പലപ്പോഴും ഈ വഴിവിളക്കുകൾ സ്ഥാപിക്കാറുള്ളത്. പകൽ സമയത്ത് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും കത്താറില്ല. എന്നാൽ രാത്രികാലങ്ങളിൽ ഈ വഴിവിളക്കുകളൊക്കെ പ്രകാശിച്ച് നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെളിച്ചത്തിൽ യാത്ര ചെയ്യുന്ന നമ്മളൊക്കെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേരാറുമുണ്ട്. എന്നാൽ നമ്മൾ ഈ വഴിവിളക്കുകളെ ഗവനിക്കാതെ വഴിവിളക്കിൻ്റെ പ്രകാശം നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ആ വെളിച്ചത്തിന് നേരെ കണ്ണടച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എത്ര വഴിവിളക്കുണ്ടായിട്ടും ഒരു കാര്യമില്ല. നമ്മുടെ വഴി തെറ്റുക തന്നെ ചെയ്യും. മാത്രമല്ല, നമ്മൾ അപകടത്തിൽപ്പെടുകയും ചെയ്യും. അതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് വഴിവിളക്കാവുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുക്കന്മാർ, നമ്മളെക്കാളും വയസ്സിന് മൂത്ത ആളുകൾ, ഇവരൊക്കെ ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് തന്നെ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ പ്രകാശം പരത്താൻ പറ്റുന്ന വഴിവിളക്കുകളുടെ ഒരു സ്ഥാനം വഹിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വഴിയിൽ ധാരാളം വഴിവിളക്കുകൾ ഉണ്ടെങ്കിലും ഇവയുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അപകടത്തിൽ ചെന്ന് ചേരും. ഇതുപോലെ തന്നെ നമ്മൾക്ക് വഴി തെളിച്ച് തരാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഈ വഴിവിളക്കുകളുടെയൊക്കെ ഉപദേശങ്ങളാകുന്ന പ്രകാശം, ഇവരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങളാകുന്ന ചില വെളിച്ചം, ഇതൊക്കെ നമ്മൾ ഗവനിക്കാതെ അതിന് നേരെ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അപകടത്തിൽ ചെന്ന് പതിക്കുമെന്നതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് മുതിർന്നവരെ ബഹുമാനിക്കാത്തവരും മുതിർന്നവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാത്തവരൊക്കെ വലിയ അധപതനത്തിലേക്ക് ആഴ്ന്നു പോകാറുള്ളത്. ചിലപ്പോഴെങ്കിലും തങ്ങളുടെ തന്നെ ധിക്കാര മനോഭാവം കൊണ്ടോ എളിമയില്ലായ്മ കൊണ്ടൊക്കെ തങ്ങളുടെ മാതാപിതാക്കളുടെ പോലും വാക്കുകൾ കേൾക്കാനായിട്ട് പലരും തയ്യാറാവാറില്ല. അവർക്കൊക്കെ എന്ത് അനുഭവജ്ഞാനമാണ്, അല്ലെങ്കിൽ ഇവർക്കൊക്കെ എന്താണ് അറിയുന്നത് എന്നുള്ളൊരു വലിയ പുച്ഛത്തോടു കൂടി തന്നെ നമ്മൾ അവരുടെ ആ ഒരു ഉപദേശങ്ങളെയൊക്കെ വിലവെക്കാതിരിക്കാറുണ്ട്. പലപ്പോഴും അവരെയൊക്കെ നിരീക്ഷിച്ചാൽ അറിയാം, പിന്നീട് എപ്പോഴെങ്കിലും അവർ വലിയ പരാജയത്തിലകപ്പെട്ട് വലിയ നഷ്ടങ്ങൾ സഹിക്കുന്നവരും കഷ്ടതകളിലൂടെ കടന്നു പോകുന്നവരുമായിട്ട് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവം തന്ന ഈ വഴിവിളക്കുകളെ നമ്മൾക്ക് വേണ്ട വിധത്തിൽ മാനിക്കാനായിട്ട് അവരുടെ ഉപദേശങ്ങളാകുന്ന പ്രകാശം സ്വീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് പരിശ്രമിക്കാം. ഇത്തരത്തിൽ നമുക്ക് വഴിതെളിക്കാനായി ധാരാളം വഴിവിളക്കുകൾ തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കാരണം നമ്മുടെ ഒരു ആപൽഘട്ടത്തിൽ നമ്മളൊന്ന് അടിപതർന്നു എന്ന് കാണുമ്പോൾ ആ സമയത്തായിരിക്കും ചിലപ്പോഴെങ്കിലും ഈ വഴിവിളക്കുകളാകുന്ന വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അത്രയും കാലവും നമ്മുടെ അടുത്തുണ്ടെങ്കിലും ആ ഒരു അവസ്ഥയിൽ മാത്രമേ ചിലപ്പോൾ അവർ നമ്മുടെ ഒരു സഹായത്തിനോ നമ്മളെ ഒന്ന് ഉപദേശിക്കാനോ ഒക്കെ ആയിട്ട് കടന്നു വരികയുള്ളൂ. ഈ ഒരു വെളിച്ചമില്ലാത്ത അവസ്ഥയിൽ മാത്രം വഴിവിളക്കുകൾ പ്രകാശിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചം അടഞ്ഞു പോകുമ്പോൾ നമ്മളൊരു വഴിമുട്ടി നിൽക്കുന്ന അവസരത്തിൽ ഇനി മുന്നോട്ടെങ്ങനെ ജീവിതയാത്ര തുടരുമെന്നറിയാതെ അന്താളിച്ച് നിൽക്കുമ്പോൾ ഒരു കൈത്താങ്ങായിട്ട് ഇത്തരത്തിലുള്ള വഴിവിളക്കുകൾ നമുക്ക് പ്രകാശം പകരാനായിട്ട് കടന്നു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികളെ അകറ്റി നിർത്താതെ എപ്പോഴും നമ്മളോട് ചേർത്ത് നിർത്താനായിട്ട് അവർ പറയുന്ന വാക്കുകൾക്ക് വില വെക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.